ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ സെന്ററിൽ വെന്റിലേറ്ററിൽ കിടന്ന ആളാണ് ഞാൻ. വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി ഒരിക്കലും നീ എഴുന്നേൽക്കത്തില്ല. പക്ഷേ ഒരു വാക്ക് ഞാൻ എടുത്തു പറയട്ടെ, ഇന്ന് റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു മിനിസ്ട്രി ഉണ്ട്. ആമേൻ. രോഗികളുടെ നടുവിൽ, ഡോക്ടേഴ്സിന്റെ നടുവിൽ, സ്റ്റാഫുകളുടെ നടുവിൽ, നഴ്സുമാരുടെ നടുവിൽ യേശു ജീവിക്കുന്നെന്ന് വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് കർത്താവ് അവസരമൊരുക്കി. ഞാൻ അവിടെ തകർന്നവനായി കടന്നതാ. എല്ലാം തകർന്നവനായി കടന്ന. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ആരെയൊക്കെയോ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയും, ഒരു കൂട്ടം ദുർഭൂതങ്ങളുടെ മേൽ നിനക്കൊരാധിപത്യം തരാൻ, നിനക്കൊരു ശുശ്രൂഷ തരാൻ, നിന്റെ മേലൊരു നിയോഗത്തെ പകരാൻ ഇന്ന് രാത്രി ദൈവത്തിന് പദ്ധതിയുണ്ട്. മാരകമായ രോഗങ്ങളുടെ മേൽ ഒരു അധികാരം നിന്റെ മേൽ പകർന്നുകൊണ്ട് നീ നടക്കുന്ന വഴികളിൽ അത് സംഭവിക്കട്ടെ. നീ കയറി ചെല്ലുന്ന വീടുകളിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ക്യാൻസർ സെന്ററിൽ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട, ശ്രദ്ധിച്ച്, 4 തവണ 5 മുഴകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തു. 2015 നവംബർ മാസത്തിലാണ് ആദ്യമായി ഞാൻ ഒരു ക്യാൻസർ രോഗിയായി തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. 2-ാം തീയതി എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. 3-ാം തീയതി രാവിലെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദൈവമേ, എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ വന്നു? ഞാൻ കർത്താവിനോട് ചോദിച്ച് ഈ ചോദ്യത്തിന് വേണ്ടി ഒരു വലിയ മറുപടി ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം. നാളിതുവരെയായി ഞാൻ കേൾക്കാത്ത ആ ദൈവ ശബ്ദത്തെ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് എനിക്കൊന്ന് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്ന് ഞാനൊന്ന് കൊതിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും അധികം ദൈവ സാന്നിധ്യം അനുഭവിച്ചത് ഒരു ഓഡിറ്റോറിയത്തിനകത്തല്ല, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തല്ല, ഒരു സഭാരാധനയുടെ മധ്യത്തിലല്ല. ഞാൻ ഏറ്റവും അധികം ദൈവ സാന്നിധ്യം അനുഭവിച്ചത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ആ സമയം വലിയൊരു ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന് എൻ്റെ കാതുകളിൽ ഞാൻ കേട്ട ശബ്ദം ഇങ്ങനെ, നീ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്താം. അബ്രഹാമിൻ്റെ ദൈവമാണെന്നല്ല പറഞ്ഞത്, ഇസ്ഹാക്കിൻ്റെ ദൈവമാണെന്നല്ല പറഞ്ഞത്, യാക്കോബിന്റെ ദൈവമാണെന്നല്ല പറഞ്ഞത്. എല്ലാം തകർന്നവനായി കിടക്കുന്ന ജോമറ്റെ, നിന്റെ ദൈവമാണ് ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുക, ഞാൻ നിന്നെ ശക്തീകരിക്കാം. ഹല്ലേലൂയ. പലതവണയായി പിന്നെയും ക്യാൻസർ എന്ന മാരക രോഗം എൻ്റെ ശരീരത്തെ തൊട്ടു. നെഞ്ചിനോട് ചേർന്നൊരു വലിയ മുഴ എൻ്റെ ശരീരത്തിൽ പിന്നെയും വന്നു. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്നോട് വിധി പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഒരു ബൈപ്പാസ് സർജറിയിൽ കൂടെ അല്ലാതെ ഇപ്പോൾ ഈ മുഴ പുറത്തെടുക്കാൻ പറ്റത്തില്ല എന്ന് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് വിധി പറഞ്ഞു. ശ്രദ്ധിച്ചോണേ. പക്ഷേ ഏത് ഡോക്ടർമാർ വിധി പറഞ്ഞോ അവർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു, ബൈപ്പാസിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇത് സൗഖ്യമായി. ഓ ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥയിൽ വെച്ച് ദൈവാത്മാവ് വീണ്ടും 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 പലതവണ എന്നോട് സംസാരിച്ചു, ഞാൻ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്താം, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിലേക്ക് വാഹനമെറ്റി ഓടുമാറാക്കാം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞതുപോലെ ദൈവം എന്നെ പറഞ്ഞയക്കാൻ ആരംഭിച്ചു. ബഹ്റൈൻ എന്ന രാജ്യത്തെ ഇന്ന് നിങ്ങൾക്കറിയാം, പാസ്റ്റർ ടിനു ജോർജ് കൊട്ടാരക്കര, അദ്ദേഹത്തിൻ്റെ സഭയിലെ ഒരു അസോസിയേറ്റ് പാസ്റ്ററായി, ആമേൻ, വർഷിപ്പ് ലീഡറായി ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത്, ആമേൻ, ക്യാൻസർ എന്ന മാരകരോഗം പിന്നെയും എൻ്റെ ശരീരത്തിൽ ബാധിച്ചു. ആമേൻ. വേദന കൊണ്ട് ഒരു മുറിക്കകത്ത് കടന്ന് പുളയുന്ന എൻ്റെ അവസ്ഥ, അവൻ കാണാൻ ആരുമില്ലായിരുന്നു. ഒരൊറ്റ മുറിക്കകത്ത് നിസ്സഹായനായി ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ വചനം തുറന്നു നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വീണ്ടും പറഞ്ഞൊരു വാക്കിങ്ങനെയാ, നീ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കും. ആമേൻ. ഹല്ലേലൂയ. ബഹ്റൈൻ എന്ന രാജ്യത്തിരുന്ന് പെയിൻ കില്ലേഴ്സ് കഴിച്ച് ഒരു രാത്രി പോലും ഒന്ന് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ പറ്റാതെ എൻ്റെ ജീവിതം തകർന്നു എന്ന് ഞാൻ തന്നെ ഒരു പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ട് ഇനി എനിക്കൊരു ആയുസില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, നീ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ അത്ഭുത പ്രവർത്തികളെ. ഹല്ലേലൂയ.
സ്വോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ വീണ്ടും 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 ചലിപ്പിക്കാൻ ആരംഭിച്ചു. ബഹ്റൈൻ എന്ന രാജ്യത്ത് നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുമ്പോൾ എയർപോർട്ടിലോട്ട് ഞാൻ വരികയാണ്. എയർപോർട്ടിലോട്ട് വരുമ്പോൾ എന്നെ നോക്കി പൊട്ടിക്കരഞ്ഞ് എന്നെ സ്വീകരിക്കുന്ന എൻ്റെ അപ്പൻ്റെയും അമ്മയുടെ മുഖം ഞാൻ കണ്ടു. വീണ്ടും മകന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ പൊട്ടി കരഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ വീണ്ടും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നീണ്ട 13-14 മണിക്കൂർ നീണ്ട സർജറി എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞു. ആമേൻ. ഡോക്ടർമാർ പറഞ്ഞു ഇനി മേലാൽ ഈ കൈ അനങ്ങത്തില്ല എന്ന് വിധി പറഞ്ഞ സ്ഥാനത്ത് ജീവനോടെ ഇന്ന് ഈ കരം ഉയർത്തി ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്ന അവസരത്തെ ഓർക്കുമ്പോൾ സന്തോഷത്തോടെ അല്ലാതെ നിറകണ്ണുകളോടെ അല്ലാതെ ഈ സാക്ഷ്യം നിങ്ങളോട് പറയാനൊക്കത്തില്ല. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ക്യാൻസർ രോഗി പെണ്ണ് കിട്ടുമോ? ഇല്ലെന്നാ പറഞ്ഞേ. ക്യാൻസർ രോഗിക്ക് പെണ്ണ് കിട്ടുമോ ആൻറ്റി? മക്കളെ കൊടുക്കുവോ ക്യാൻസർ രോഗികൾക്ക്? പറയുന്നത് ഇത്തിരി അതിരി കടന്നാന്ന് എനിക്കറിയാം. കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരപ്പനും കൊടുക്കത്തില്ല, ഒരമ്മയും കൊടുക്കത്തില്ല. സ്വന്തം മകളെ ഒരു ക്യാൻസർ രോഗിക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ബഹ്റൈനിൽ ഞാൻ ക്യാൻസറിൻ്റെ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് നാട്ടിൽ എൻ്റെ വിവാഹാലോചന നടക്കുകയാണ്. ഇത് പറയുമ്പോൾ രസകരമായി തോന്നിയല്ലേ? ഞങ്ങൾക്കൊരിക്കലും ഒരു വീട്ടിൽ ചെന്ന് പെണ്ണാലോചിക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം എൻ്റെ അവസ്ഥ ഇതാ. എനിക്ക് ഇങ്ങോട്ടൊരാലോചന. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, ആൻറ്റി അന്ന് വിളിക്കുന്നു, ഇന്ന് മമ്മീന്ന് വിളിക്കുന്നു. ശ്രദ്ധിച്ചോണേ, എൻ്റെ പൊന്നാൻറ്റി, എനിക്ക് ഈ ആലോചന വേണ്ട. കാരണം എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. നാളെ എനിക്ക് ഈ അസുഖം പിന്നെയും വരത്തില്ലെന്ന് യാതൊരു ഉറപ്പുമില്ല. ആ ആൻറ്റി അന്ന് എന്നോട് പറഞ്ഞ വാക്ക് കേൾക്കണോ മോനെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലതവണയായി വീട്ടിൽ കയറി വന്ന് പറഞ്ഞു, ഇതേ നടത്താവൂ. ഞാൻ ചോദിച്ചു, ഞാനൊരു ക്യാൻസർ രോഗിയല്ലേ? ആ ആൻറ്റി പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നാളെ എൻ്റെ മകൾക്കിത് വരത്തില്ലെന്ന് തന്നെ ഉറപ്പ്, നാളെ എൻ്റെ മകനിത് വരത്തില്ലെന്ന് തന്നെ ഉറപ്പ്. നല്ല ആരോഗ്യമുള്ളൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച അവനിത് വരത്തിൽ തന്നെ ഉറപ്പ്. ഈ ആൻറ്റിയുടെ വാക്ക് കേട്ട് ഞാൻ ഞെട്ടി. അതുകൊണ്ട് ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? മമ്മീന്ന് വിളിക്കുക. ആൻറ്റി ഇപ്പം ഞാൻ മമ്മീന്നാണ് വിളിക്കുന്നത്. കാരണം എൻ്റെ ഭാര്യ ഇവിടെ വന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എല്ലാവർക്കും ഒന്ന് കാണാം. ശ്രദ്ധിച്ചേ, കണ്ടല്ലോ? ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് കാണട്ടെ. സ്വന്തം നല്ല വിദ്യാഭ്യാസമുള്ള, നിങ്ങൾ നോക്കിയ സൗന്ദര്യത്തിന് വല്ല കുറവുണ്ടോ? ആരാ പറഞ്ഞ പെണ്ണ് കിട്ടത്തില്ലെന്ന്? ആരാ പറഞ്ഞ പെണ്ണ് കിട്ടത്തില്ല? പെണ്ണ് കിട്ടിയാൽ സൂപ്പറായിരിക്കും കിട്ടുന്നത്. നീ തപ്പിപ്പോയാൽ നിനക്ക് ആയുസ് കിട്ടത്തില്ല. നീ തപ്പി നടന്നാൽ നിനക്ക് കിട്ടുന്നത് വല്ല. മോനെ, തപ്പി ഭൂതത്തെ കൊണ്ട് വീട്ടിൽ കയറ്റരുത്. ആമേൻ. ദൈവം കൊണ്ടുത്തരുന്നത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പ്രായ വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഈ പുള്ളിക്ക് ഏതാണ്ട് ഭയങ്കര പ്രായമാണ് അല്ലേ? ഈ പുള്ളിക്ക് ഒരു 40-45 വയസ്സെങ്കിലും. ഇന്ന് എനിക്ക് 30 വയസ്സായിട്ടുള്ളൂ. എന്നെ കണ്ടാൽ അത്രയും തോന്നത്തില്ല അല്ലേ? അതിലും കൂടുതൽ തോന്നുള്ളൂ. സ്വത്രം. എനിക്ക് 30 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. എൻ്റെ ഭാര്യയ്ക്കും 30 വയസ്സാണ് പ്രായം. അയ്യോ, അതിനിപ്പോൾ എന്താ ഇത്ര അത്ഭുതമല്ലേ? ഇന്ന് ഒത്തിരി പേര് പ്രായത്തിൽ കൂടുതലുള്ളവരെ കല്യാണം കഴിക്കുന്നു. അതിനിപ്പോൾ ഇത് വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ തമ്മിൽ വേറൊരു പ്രശ്നമുണ്ട്. ഒരേ വർഷം, ഒരേ മാസം, ഒരേ തീയതി. എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. ഒരേ വർഷം, ഒരേ മാസം, ഒരേ തീയതി വന്നാൽ എങ്ങനെ ഇരിക്കും? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ചിലവ് കുറഞ്ഞിരിക്കും. കാരണം കേക്ക് ഒരെണ്ണം മേടിച്ചാൽ മതി, ഒറ്റ കേക്ക് മേടിച്ചാൽ മതി. സ്തോത്രം. ആമേൻ. അപ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി സംസാരിച്ചാൽ, നിന്റെ വീട്ടിൽ ആലോചന നടത്തിയാൽ ദൈവാത്മാവ് നല്ല ആലോചന കൊണ്ടുതരും. കേട്ടോ, ശ്രദ്ധിച്ചോണേ. ദൈവാത്മാവ് കൊണ്ടുതരുന്ന ഈ ആലോചന പോലെ വേറൊരാലോചന ഭൂമിയിൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഭാവിക്കെതിരെ എഴുതിയ റിപ്പോർട്ടുകളെ പരിശുദ്ധാത്മാവ് തിരുത്തും. നിന്റെ ഭാവിക്കെതിരെ എഴുതിയ പേപ്പറുകളെ ദൈവാത്മാവ് വലിച്ചു കീറിക്കളയാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിലും ചില നെഗറ്റീവ് റിപ്പോർട്ടുകളെ കർത്താവ് അതിനെ വലിച്ചു കീറുകയാണ്. ഹല്ലേലൂയ. ബഹ്റൈനിൽ നിന്ന് ഞാൻ നാട്ടിലോട്ട് വന്നു.
ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഔദ്യോഗികമായ ആണ് കാണൽ ചടങ്ങ് നടക്കുന്നത്. പെണ്ണ് കാണലാണ് സാധാരണ നടക്കേണ്ടത്. പക്ഷേ പെണ്ണ് കാണാൻ പോകാനുള്ള യാവതില്ലാത്തത് കൊണ്ട് ഞാനൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാറ്റി എൻ്റെ റൂമിൽ കടത്തിയേക്കുവാണല്ലോ. ആണ് കാണാൻ ഭാര്യയുടെ അമ്മയും കൂടെ ഹോസ്പിറ്റലിലോട്ട് വരുമ്പോൾ ആദ്യമായി ഔദ്യോഗികമായ ആണ് കാണൽ ചടങ്ങ് നടക്കുന്നത്. ശ്രദ്ധിച്ചോണേ, 2019 ഒരു ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ ഈ ആണ് കാണൽ ചടങ്ങ് നടക്കുന്നു. നവംബർ, ഡിസംബർ, ജനുവരി മാസം 20-ാം തീയതി 2020 ജനുവരി മാസം 20-ാം തീയതി ഞങ്ങളുടെ വിവാഹം മൂവാറ്റുപുഴയിൽ വെച്ച് നടന്നു. ഹല്ലേലൂയ. ഒരു സന്തോഷമില്ലല്ലോ, ആരോടാ ഇത് പറയുന്നത്? ആമേൻ. 2020 ജനുവരി മാസം നിങ്ങൾക്കറിയാം കൊറോണയുടെ സമയമാണ്. കൊറോണ വ്യാപിച്ചു തുടങ്ങിയ സമയത്ത് 5 പേരെ വെച്ച് കല്യാണം നടത്താമെന്നുള്ള നിയമം വരുന്നതിന് തൊട്ട് മുൻപേ 500 പേരെ, അതിൽ കൂടുതൽ പേരെ വെച്ച് മനോഹരമായ നിലയിൽ ഒരു വിവാഹം നടത്തുവാൻ ദൈവം സഹായിച്ചു. ശ്രദ്ധിച്ചേ, ആ വർഷം തന്നെ വടക്കേ ഇന്ത്യയിലേക്ക് ശുശ്രൂഷകരായി ഞങ്ങൾ കടന്നുപോയി. നോർത്ത് ഇന്ത്യയിൽ മധ്യപ്രദേശിൽ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കുടുംബമായി ട്രെയിൻ കയറി. അവിടെ ഒരു സഭാ ചാർജ് എടുക്കാനല്ല, അവിടെ ഒരു പുതിയൊരു പ്രവർത്തനം ആരംഭിക്കാൻ. നോർത്തിൽ ഭോപ്പാലിൽ നിന്ന് 140 കിലോമീറ്റർ ദൂരത്ത് രാജ്ഗഡ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. രാജ്ഗഡ് എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് സുവിശേഷ വേലയ്ക്ക് ഒരു സാധ്യതയുമില്ല. സുവിശേഷ വേലയ്ക്ക് എന്ന് പേര് പറഞ്ഞുകൊണ്ട് വന്ന ഒത്തിരി പേരെ കാല് തല്ലി ഒടിച്ചു വിട്ട ചരിത്രം ആ ദേശത്തിന് പറയാനുണ്ട്. പക്ഷേ ഞങ്ങളും ആ ദേശത്തിലൊക്കെ കയറി ചെന്നപ്പോൾ ഒത്തിരി പേര് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെയും ഇതുപോലെ തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ദേശത്തിൽ 2 കൊല്ലം പാർത്ത് 25ഓളം പേരെ അവിടെ നേടുവാൻ കർത്താവ് സഹായിച്ചു. ഹിന്ദി നെഹി മാലുമെന്ന് പോലും പറയാൻ അറിയാത്ത ഞങ്ങളെ കൊണ്ട് ആ ദേശത്തിൽ കർത്താവിന് അത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, 25 അല്ല, 250 അല്ല, 2500 കവിഞ്ഞുകൊണ്ട് ദൈവസഭയുടെ മുഖച്ഛായെ പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ഞാൻ ഒരു ആലോചന പറഞ്ഞാൽ ഇന്ന് രാത്രി അതിനെ സ്വീകരിക്കാൻ ആത്മാവിൽ കരുത്തുള്ളവർ ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒരു സാധ്യതയും ഇല്ലാത്ത, ആമേൻ, ഒരു പ്രയോജനം ചെയ്താൽ, സുവിശേഷ വേല ചെയ്താൽ ഒരു പ്രയോജനവും ഇല്ലാത്ത ഒരു നാട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി സുവിശേഷ വേലയ്ക്ക് കൊണ്ടിട്ടപ്പോൾ എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. പക്ഷേ അവിടെ നടന്ന് അവിടുത്തെ സകല പോരുകളെ ശാസിച്ച് ദേശത്തിലെ ജനങ്ങൾ കൂട്ടമായി വീട്ടിലോട്ട് കയറി വന്ന് ആരാധിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമുക്കൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ദൈവമുണ്ട്. 2 വർഷത്തെ അവിടുത്തെ പ്രവർത്തനം ഒരിക്കലും അവസാനിച്ച് നാട്ടിലോട്ട് വരുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലായിരുന്നു. കാരണം ആ ദേശം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഞങ്ങൾ ഒട്ടും ചിന്തിച്ചിട്ടില്ല. ഇവിടെ തന്നെ താമസിച്ച് ദേശത്തിൽ സഭയെ വളർത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രചോദനം, ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷേ വീണ്ടും ക്യാൻസർ എന്ന രോഗം എൻ്റെ ശരീരത്തിൽ പിന്നെയും ഒരു ചെറിയൊരു മുഴ പോലെ വീണ്ടും വന്നു. ഇത് കണ്ടപ്പോഴേക്ക് എൻ്റെ ഭാര്യ പറഞ്ഞു, ചാച്ചാ വേഗം ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, നാട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ പിതാവ് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ എന്നെ RCCയിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, പെട്ടെന്ന് ഒരു പെറ്റ് സ്കാൻ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണം, ഒരു പെറ്റ് സ്കാനിൻ്റെ വില എത്രയാണെന്നറിയാമോ? 1000 രൂപയല്ല, 2000 രൂപയല്ല, 20,000 രൂപയാണ് ഒരു പെറ്റ് സ്കാൻ. സ്തോത്രം. ഒരു പെറ്റ് സ്കാൻ എടുത്തിട്ട് വരാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഈ RCCയിൽ നിന്നൊരു പെറ്റ് സ്കാൻ എടുത്തുകൊണ്ട് ഡോക്ടറുടെ അടുക്കലേക്ക് കയറി ചെന്നു. ഡോക്ടറുടെ അടുക്കലേക്ക് കയറി ചെന്നപ്പോഴേക്ക് ഡോക്ടേഴ്സ് ഞങ്ങളെ മുന്നിലിരുത്തി, എന്നെയും എൻ്റെ പിതാവിനെയും മുന്നിലിരുത്തിക്കൊണ്ട് അവരൊരുപാട് അഭിപ്രായങ്ങൾ പറയാൻ ആരംഭിച്ചു. ഈ പെറ്റ് സ്കാനിനകത്ത് കിട്ടിയ റിപ്പോർട്ടിനകത്ത് ഒരു ചെറിയ മുഴ മാത്രമല്ല, കൈക്കകത്ത് ഒരു ചെറിയൊരു മുഴ മാത്രമല്ല, കയ്യിൽ നിന്ന് മുഴ സ്പ്രെഡായി ശ്വാസകോശത്തിൻ്റെ അകത്തേക്ക് ക്യാൻസർ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇത്തവണ ഒരു ഓപ്പറേഷൻ അസാധ്യമാണ്. ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പറേഷൻ്റെ നടുവിൽ വെച്ച് ഇദ്ദേഹം മരിച്ചു പോകുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അതവർക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ, കാരണം അവരുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ വിചാരിക്കും ക്രൂരന്മാരല്ല, ക്രൂരതയല്ല, അത് അവർക്ക് പറഞ്ഞേ പറ്റൂ. അവർ മുഖത്ത് നോക്കി പറഞ്ഞു, ഈ ഓപ്പറേഷൻ നടുവിൽ വെച്ച് എന്തും സംഭവിക്കാം, മരണം സംഭവിക്കാമെന്ന് പറഞ്ഞു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ശരീരം തളർന്ന് കോമയിൽ കിടക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കോമയിൽ കിടക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോഴേക്ക് എൻ്റെ ശരീരം ആകെ വിറയ്ക്കാൻ ആരംഭിച്ചു. ദൈവമേ, അടുത്തത് എന്താണ്? ജോമറ്റ് എന്നൊരു വ്യക്തി ഈ ലോകത്ത്
ലോകത്തിൽ അവസാനിക്കുകയാണോ, ആമേൻ, മരണമാണോ അടുത്തതെന്നുള്ള ചോദ്യങ്ങൾ. എൻ്റെ അപ്പനൊരു വശത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേട്ടുകൊണ്ട് ഞാനും മാനസികമായി തകർന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ താഴെ വീണത് ഞാൻ അറിഞ്ഞില്ല. ആമേൻ, വല്ലാതെ ഭയം എൻ്റെ ജീവിതത്തെ കയറി പിടിക്കാൻ ആരംഭിച്ചു. ആമേൻ, ശ്രദ്ധിച്ചേ, ആ ഡോക്ടർമാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഓപ്പറേഷന് നടുവിൽ വെച്ച് മരണം സംഭവിക്കാം, അല്ല, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കോമയിലായി പോകാം എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോണേ, ഓപ്പറേഷൻ കഴിഞ്ഞു, ഞാൻ മരിച്ചില്ല. അയ്യോ, ഞാൻ മരിച്ചില്ലെന്ന്, എനിക്കിപ്പോഴും ജീവനുണ്ടെന്നാ പറഞ്ഞേ. ഇവരുടെയൊക്കെ നോട്ടം കാണുമ്പോൾ ഞാൻ മരിച്ചോന്ന് എനിക്കൊരു സംശയം. ഞാൻ മരിച്ചിട്ടില്ല. കാരണം എന്നാന്നറിയാമോ? പണ്ട് കർത്താവ് എന്നോട് പറഞ്ഞു, നീ മരിക്കയില്ല, സ്തോത്രം, നീ ജീവനോടെ ഇരിക്കും, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കും. ഡോക്ടർമാർ പറഞ്ഞു മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ കോമയിലായി പോകുന്നു. ആ കോമ ഞാൻ പിന്നെ കണ്ടില്ല. ഞാൻ കണ്ണ് തുറക്കുന്നത് വെന്റിലേറ്ററിനകത്ത് വെച്ച് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ അതുവരെ കേട്ടിട്ടുള്ള ചരിത്രം ഇങ്ങനെയാണ്: വെന്റിലേറ്ററിൽ പോയവരാരും പുറത്തു വന്നിട്ടില്ല. വെന്റിലേറ്ററിനകത്തേക്ക് കയറ്റി എന്ന് ആരെങ്കിലും കുറിച്ച് നിങ്ങളോട് പറഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ഇനി അവൻ എന്ത് ചെയ്യത്തില്ല, പുറത്തു വരത്തില്ല. അങ്ങനല്ലേ? അങ്ങനെ പുറത്തു വരത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ ആരംഭിച്ചു. ഞാൻ പുറത്തു വരത്തില്ല. ആമേൻ. ഞാൻ വല്ലാതെ ഭാരപ്പെടാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ തൊട്ടുകൊണ്ടിരുന്നു. RCCയിലെ വെന്റിലേറ്ററിൽ നിന്ന് എന്നെ പുറത്തിറക്കി ICUവിലോട്ട് മാറ്റി, ICUവിൽ നിന്ന് റൂമിലോട്ട് മാറ്റി. ഇങ്ങനെ ദിവസങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് ഗ്രാജുവലി ഞാൻ ഡെവലപ്പ് ആകാൻ ആരംഭിച്ചു, ഹെൽത്ത് ഓക്കെ ആകാൻ ആരംഭിച്ചു. ICUവിൽ നിന്നൊരു മുറിയിലോട്ട് മാറ്റിയപ്പോഴേക്ക് എന്നെ കാണാനായിട്ടൊരു നേഴ്സ് കയറി വരികയാണ്. ഞാൻ ചോദിച്ചു, ആരാ? നേഴ്സിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ, ആരാ? ആമേൻ. ഈ സിസ്റ്ററിനോട് പറഞ്ഞു, ആമേൻ, പാസ്റ്റർ ഇവിടെ കിടക്കുന്നു എന്ന് ഡൽഹിയിലുള്ള ഒരു ആൻറ്റി, ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞു. പാസ്റ്ററെ ഒന്ന് കണ്ട് സംസാരിക്കാൻ വന്ന ഒരു വിശ്വാസി, ആമേൻ, വിശ്വാസത്തിലേക്ക് വന്ന് കയറിയ ഒരു ആൻറ്റി. ആമേൻ, ഈ ആൻറ്റി ഓടി വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒന്ന് കണ്ടിട്ടൊന്ന് പോകാൻ വന്നതാ. ആമേൻ, ഞാൻ പറഞ്ഞു ആൻറ്റിയോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഈ ആൻറ്റി കുറച്ച് കഴിഞ്ഞ് അങ്ങ് പോയി. സഹോദരൻ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് RCCയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, അച്ചാച്ചൻ അകത്തേക്ക് പോയതുപോലെ അല്ലല്ലോ വരുന്നത്. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി? അതിനേക്കാൾ രസമായി ഇപ്പോൾ കാണാൻ. ആയിക്കോട്ടെ, സ്തോത്രം. അതിനേക്കാൾ രസത്തിൽ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. ചില മാസങ്ങൾ ഞാൻ എൻ്റെ വീട്ടിനകത്ത് ഒരു മുറിക്കകത്ത്, ആമേൻ, റെസ്റ്റിനകത്ത് കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആൻറ്റി, ഏതാൻറ്റി, ആശുപത്രിയിൽ ICUവിൽ നിന്ന് മാറ്റി റൂമിലോട്ട് എന്നെ മാറ്റിയപ്പോൾ എന്നെ കാണാൻ വന്ന ഈ ആൻറ്റി ഒരു ദിവസം എന്നെ ഫോൺ വിളിക്കുക, പാസ്റ്ററോട് അന്ന് ആ മുറിയിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയൊരു ദൈവസാന്നിധ്യം എൻ്റെ ശരീരത്തിനകത്ത് ഒരു ഇലക്ട്രിക് പാസ് ചെയ്യുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ പാസ് ചെയ്തു. പക്ഷേ അന്ന് എനിക്കത് പറയാൻ പറ്റിയില്ല. പാസ്റ്റർ, ഒരു കാര്യം ചെയ്യാവോ? ഞാനിവിടെ പല രോഗികളോടും നടന്ന് അവരോട് സുവിശേഷം പറയാറുണ്ട്. ഞാൻ ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ തൊട്ടുപുറകിൽ, RCCയുടെ തൊട്ടുപുറകിൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ പാസ്റ്റർ വിളിച്ചാൽ പാസ്റ്റർ വരാമോ? ഞങ്ങൾ ഇവരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാം. പാസ്റ്ററുടെ സാക്ഷി ഒന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും പറയാമെന്ന് പറഞ്ഞ് അവരൊരു ഡേറ്റ് തന്നു. ഞാൻ ഈ RCCയിൽ വന്ന്, ആമേൻ, RCCയുടെ തൊട്ടുപുറകിലുള്ള ഈ ബിൽഡിങ്ങിൽ വന്ന് ഇവരോട് പ്രസംഗിക്കാൻ ആരംഭിച്ചു. പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: യേശു ജീവിക്കുന്നു, കാരണം എന്നെ സൗഖ്യമാക്കിയത് യേശുവാണ്. ആമേൻ. ഇത് കേട്ടപ്പോൾ വലിയ ദൈവ സാന്നിധ്യം ആ ഹോളിനകത്ത് വ്യാപരിക്കാൻ ആരംഭിച്ചു. ഞാൻ നോക്കുമ്പോൾ ഒരു ആൻറ്റി, നല്ല വെളുത്ത് സുന്ദരിയായ ഒരു ആൻറ്റി, ആമേൻ, താഴെ നിന്ന് ഓടി സ്റ്റേജിലോട്ട് ഓടി കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ മൈക്ക് തരാമോ? ഞാൻ പറഞ്ഞു, തരാം. മൈക്ക് കൊടുത്തു. ആൻറ്റി പറഞ്ഞു, പാസ്റ്റർക്ക് നന്ദി പറയാൻ വന്നയാളാ ഞാൻ. ആയിക്കോട്ടെ, നന്ദി പറഞ്ഞു. ആൻറ്റി നന്ദി പറയാൻ ആരംഭിച്ച കൂട്ടത്തിൽ ഒരു വാക്ക് എടുത്തു പറഞ്ഞു, ഞാൻ അനസ്തേഷ്യ കൊടുത്തയാളാ ഇന്ന് നിങ്ങളോട് പ്രസംഗിച്ചത്. ആമേൻ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അനസ്തേഷ്യ കൊടുത്തയാളാ ഇന്ന് നിങ്ങളോട് പ്രസംഗിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ നിസ്സഹായനായി കണ്ട, ആമേൻ, ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്, ആമേൻ, എന്നെ ഒരു ബലഹീനനായി, ഒരു നിസ്സഹായനായി കണ്ട എനിക്ക് അനസ്തേഷ്യ തന്ന ഒരു ലേഡി ഡോക്ടർ ഇന്ന് വിളിച്ചു പറയുകയാണ്, ഈ പാസ്റ്റർ പറയുന്നത് സത്യമാണ്, യേശു ജീവിക്കുന്നു. അവര് വിശ്വാസിയൊന്നുമല്ല, പക്ഷേ ഇന്ന് RCCയിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, യേശു ജീവിക്കുന്നു. അല്ല, നമ്മളോടൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ RCC പോയി ചെയ്യണോന്ന്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. സോദരം,
ഇല്ലേ പാസ്റ്റർ? നമ്മളോടൊക്കെ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ RCC പോയി ചെയ്യേ. നിങ്ങൾ ഇവിടെ കിടന്ന് ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക RCCയിൽ. സ്വതന്ത്രം. വലിയൊരു കൂട്ടം ഇന്ന് രാത്രി ഇതിനകത്ത് നിന്ന് പുറത്തു വരും. ആമേൻ. നിങ്ങളുടെ മേൽ അങ്ങനൊരു നിയോഗം കിടപ്പുണ്ട്. ദേശത്തിൻ്റെ അകത്ത് ഈ ചുറ്റുപാടുകൾ കിടക്കുന്ന ആക്സിഡന്റിന്റെ സ്പിരിറ്റിനെ, ആമേൻ, ക്യാൻസർ എന്ന മാരക രോഗത്തിന്റെ സ്പിരിറ്റിനെ ശാസിക്കാൻ അധികാരമുള്ള ഒരു കൂട്ടം തലമുറകളെ ദൈവസഭയിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമയങ്ങളിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ അതിനെ ഒന്ന് സ്വീകരിച്ച് ഹല്ലേലൂയ. അങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ ഇവിടെ? സ്റ്റേജിൽ കയറി കത്തിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആമേൻ. എല്ലാം തകർന്നവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ ആത്മഹത്യക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ചില വീടുകളിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ മേൽ അങ്ങനൊരു നിയോഗം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. നിങ്ങളെ തുള്ളിക്കാനും ചാടിക്കാനും ഒന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഒരു നിയോഗം ഞാൻ കൈമാറാം. നിങ്ങളുടെ മേൽ അവൻ ഒരു കൂട്ടം പേരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ?